നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കസമീറോ ആണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ആസ്റ്റൺ വില്ലയായിട്ടുള്ള ഗെയിമിന് ശേഷം സ്ട്രെറ്റ്ഫോർഡ് എൻഡിൽ നിന്നും ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ചാൻറ്റ് ഉണ്ടായിരുന്നു. അത് ഫാൻസ് പറഞ്ഞു തീർന്നാൽ കസമീറോ 1 more year. കസമീറോന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഒരു വർഷത്തേക്ക് കൂടെ വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു അന്ന് അവിടെ പാടി കേട്ടത്. അപ്പോൾ നമുക്ക് കസമീറോയുടെ ഈ ഒരു കോൺട്രാക്റ്റ് തീരുന്നതിനെക്കുറിച്ചും അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നത്ര കാണാം, പിന്നെ ക്ലോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു ലൈക്കും കൂടെ തന്നിട്ട് പിന്നീട് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കസമീറോയുടെ കോൺട്രാക്റ്റ് ഈ സമ്മർ എൻഡോട് കൂടി അത് അവസാനിക്കുകയാണ്. 2026 ജൂൺ 30 ആ കോൺട്രാക്റ്റ് എൻഡ് ചെയ്തത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ 1 more year കൂടെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ നമുക്ക് എടുക്കേണ്ട, കസമീറോന് ഈ ഒരു സീസണോട് കൂടി കസമീറോയുടെ സർവീസസ് നിർത്താം എന്നുള്ളതാണ്. ഇതിനകത്തുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കസമീറോയുടെ വേജസ്. കസമീറോ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഏറ്റവും കൂടുതൽ വേജസ് വാങ്ങിക്കുന്ന താരം. ഏകദേശം 350,000 പൗണ്ട്സ് ആണ് ഒരു വീക്കിൽ കസമീറോയുടെ വേജസ്. അപ്പം ഏകദേശം 1 year നോക്കുമ്പോൾ 18.25 million pounds ആണ് കസമീറോ വാങ്ങിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ. സോ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കസമീറോ പോയി കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് സേവ് ചെയ്യാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കസമീറോനെ വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കസമീറോ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. മേ ബി ചിലപ്പോൾ സൗദിയിലോട്ട് പോകാം. തൻ്റെ കരിയർ എൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു വലിയൊരു എന്താ പറയുക, ഒരു സാലറി, കുറച്ച് ഫണ്ടൊക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ട് കരിയർ എൻഡ് ചെയ്യാം എന്നുള്ള ഇതിൽ സൗദിയിലേക്ക് പോകാം. അല്ലെങ്കിൽ MLS-ലും പോയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കളിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ തുടർന്നുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ലീഗിൽ, ഇത്രയും ഫിസിക്കൽ അല്ലാത്തൊരു ലീഗിലേക്ക് കളിക്കാനായിട്ടുള്ള ഒരു ചിന്തയും കസമീറോയുടെ പക്കൽ ഉണ്ടാകാം. അപ്പോൾ കസമീറോ ഈ വർഷത്തിൽ നമുക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 7 പ്രീമിയർ ലീഗ് ഗോൾസ് ആണ്. അതിനകത്ത് ഒത്തിരിയധികം ഹെഡർ ഗോൾസ് ഒക്കെ നേടിയിട്ടാണ് കസമീറോ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കസമീറോയുടെ ഈ ഗോൾസ് ആണ്. പിന്നെ അതുമല്ലാതെ കസമീറോയുടെ ലീഡർഷിപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഏകദേശം ഉറപ്പിക്കാം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 2 മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വേണം എന്നുള്ളതാണ് മിനിമം. കാരണം കസമീറോ പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ മാനുവൽ ഉഗാർട്ടയും പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഗാലറ്റാസറയൊക്കെ ഉഗാർട്ടയുടെ സർവീസസ് നോക്കുന്നു എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സോ ഉഗാർട്ടനെയും സെല് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ മിഡ്ഫീൽഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കോബി മെയിനും മാത്രമാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു 2 മിഡ്ഫീൽഡേഴ്സ് വന്നാൽ പോലും ടോട്ടൽ ഓഫ് 3 മിഡ്ഫീൽഡേഴ്സ് ഫോർ ദാറ്റ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാമ്പ്യൻസ് ലീഗും പിന്നെ ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസ് എല്ലാം വന്നിരുമ്പോൾ നമുക്കൊരു 3 മിഡ്ഫീൽഡേഴ്സ് എനിക്ക് തോന്നുന്നു പോരാ, മൊത്തത്തിൽ അത്രയും പോരാ. ഒരു ടോട്ടൽ 4 മിഡ്ഫീൽഡേഴ്സ് എങ്കിലും വേണം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു 3 മിഡ്ഫീൽഡേഴ്സ് വരാനായിട്ടുള്ള ഒരു ഇതായിരിക്കും നമുക്ക് നോക്കേണ്ടത്. പക്ഷേ 2 മാനേജ്മെന്റ് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് നമുക്കറിയാം. കസമീറോ റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഇത്രയധികം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കളിക്കുകയും കോമ്പറ്റീഷൻ കളിക്കുകയും അതിൻ്റെ അകത്ത് എത്രയധികം 4 പ്രാവശ്യം അത് വിൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ടോട്ടലി ഹ്യൂജ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ഫോർ എ ബിഗ് ടീം ലൈക്ക് റിയൽ മാഡ്രിഡ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. വെൻ വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ചാമ്പ്യൻസ് ലീഗ് അടുത്ത വർഷം കിട്ടുന്ന ഒരു ഇതിൽ വരുമ്പോൾ ആ വലിയ സർവീസസ് ആണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് മിഡ്ഫീൽഡ് ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ എലിയട്ട് ആൻഡർസൺ, ആഡം വാട്ടൺ,
സാൻഡ്രോ ടൊണാലി, പിന്നെ ബലേബ, പിന്നെ മെത്യൂസ് ഫെർണാണ്ടസ്, ജാവോ ഗോമസ്, ഇങ്ങനത്തുള്ള പ്ലെയേഴ്സാണ് നമ്മുടെ കറൻ്റ്ലി നമ്മൾ നോക്കുന്ന മിഡ്ഫീൽഡ് ടാർഗറ്റ്സ് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇതിനകത്ത് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ളത് എന്ന് പറയുന്നത് സാൻഡ്രോ ടൊണാലിക്ക് മാത്രമാണ്. AC മിലാനിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോൾ കറൻ്റ്ലി ന്യൂകാസിലിന് വേണ്ടി കളിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ്. ബാക്കിയുള്ള ഇത്രയും പ്ലെയേഴ്സിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു മെത്യൂസ് ഫെർണാണ്ടസിന് മാത്രം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ വേറെ ആർക്കും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അടുത്ത ഇതിലൊരു ബലേബ വരുന്നു, അല്ലെങ്കിൽ അതിന് കൂട്ടത്തിൽ ഒരു യാവോ ഗോമസ് സെക്കൻഡ് മിഡ്ഫീൽഡറായിട്ട് വരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ വരുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സിനും പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് പ്ലെയേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു വലിയ കോമ്പറ്റീഷന് ഇറങ്ങാൻ പോകുന്നത്. സോ ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാസ് ഫെയിൽഡ് ഇൻ ദിയർ സക്സഷൻ പ്ലാൻ. കസമീറോ ഒരു വൻമരം പോകുന്ന സമയത്ത് കസമീറോ പോകുന്നതിന് മുമ്പായിട്ട് ഒരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരേണ്ടതായിരുന്നു. കഴിഞ്ഞ നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിഡ്ഫീൽഡർ വന്നിട്ട് കസമീറോയുടെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് കസമീറോ പോയി കഴിയുമ്പോൾ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് ഒരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെയധികം ഹെൽപ്പ് ചെയ്തേനെ. ഈ ടോപ്പ് ടീംസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പം സിറ്റി ആയാലും ലിവർപൂൾ ആയാലും അല്ലെങ്കിൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കൊക്കെ പോലുള്ള വലിയ വലിയ ടീംസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഒരു പ്രോപ്പർ സക്സഷൻ പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലെയർ പോകുന്നു, ഒരു 2 വർഷത്തിലോ 1 വർഷത്തിനുള്ളിൽ പോകുന്നു. അപ്പോൾ അവരുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞിട്ടല്ല കൊണ്ടുവരിക, അതിന് മുമ്പ് ഉള്ള 1 വർഷമോ 2 വർഷം മുമ്പ് ഒരു റീപ്ലേസ്മെൻറ്റിനെ കൊണ്ടുവരിക. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഗെയിംസിലൊക്കെ ചാൻസസ് കൊടുക്കുക, ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ കപ്പ് കോമ്പറ്റീഷൻസിലൊക്കെ അവർക്ക് ചാൻസസ് കൊടുത്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറിൻ്റെ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം പകർന്നു കൊടുക്കുന്ന രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരിക. അവർ പോയി കഴിയുമ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പോയി കഴിയുമ്പോൾ ഈ വളർന്നു വരുന്ന ഇപ്പോൾ കൊണ്ടുവന്ന ജൂനിയർ പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയി അല്ലെങ്കിൽ ആ ഒരു ബാറ്റൺ കൈമാറാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഉള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ആൻഡ് പിന്നെ അതിനുശേഷം എന്താ പറയുക, എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി അങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ കസമീറോയുടെ മുമ്പിൽ വെക്കാം എന്നുള്ളൊരിതാണ്. അതായത് കുറച്ചുകൂടെ വേജസ് കുറച്ചിട്ടുള്ളൊരു പ്ലാൻ. കാരണം ചാമ്പ്യൻസ് ലീഗ് ഓഫർ ചെയ്യുന്നു, അപ്പം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനായിട്ട് ഡെഫിനറ്റ്ലി കസമീറോയ്ക്ക് ഒരു താല്പര്യം കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്ന് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരാം. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഇനി വരുന്ന പ്ലെയേഴ്സിന് ഒരു മെൻറ്റർ എന്നുള്ള ലെവലിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു 1 more year വേണമെങ്കിൽ ഒരു പ്രപ്പോസൽ ഡെഫിനറ്റ്ലി കസമീറോയുടെ മുമ്പിൽ വെക്കാവുന്നതാണ്. പക്ഷേ അത് 100% കസമീറോയുടെ തീരുമാനം തന്നെ ആയിരിക്കും ഇഫ് ഹി വാണ്ട്സ് ടു ആക്സെപ്റ്റ് ദാറ്റ്. അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ആ സെയിം വേജസിൽ കളിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഇതിൽ ഡെഫിനറ്റ്ലി വി നീഡ് മോർ ഫണ്ട്. അപ്പം ഇത്രയും വേജസിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനെ അത് കട്ട് ചെയ്യിപ്പിച്ചിട്ട് വേജസ് കട്ട് ചെയ്തിട്ട് കുറച്ച് മേ ബി എനിക്കൊരു 200 ഒക്കെ അകത്ത് നിർത്തുന്ന രീതിയിലൊരു പ്രോജക്റ്റുമായിട്ട് പോവുകയാണെങ്കിൽ മേ ബി ഹി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. ഇപ്പം നമ്മുടെ മെഗ്വയറൊക്കെ ചെയ്തത് പോലത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെഗ്വയറിൻ്റെ ഇപ്പോൾ 190 എങ്ങാണ്ടെയാണ് മെഗ്വയറിൻ്റെ വേജസ്. സോ മെഗ്വയർ അത് കട്ട് ചെയ്തിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ കരിയർ എൻഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് ഹി ഈസ് റെഡി ടു ടേക്ക് എ പേ കട്ട്. ഒരു 100 പെർ വീക്കിൽ കിട്ടുന്ന രീതിയിൽ 100,000 പെർ വീക്കിൽ കിട്ടുന്ന രീതിയിലേക്ക് വേജ് കട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതും പറയുന്നുണ്ട് മെഗ്വയറിൻ്റെ ഭാഗത്ത്. അപ്പം അങ്ങനത്തെ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. സോ അതൊരു വലിയ പ്രപ്പോസലാണ്. സോ എന്തായാലും ഇത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സക്സഷൻ പ്ലാൻ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ഐ തിങ്ക് എന്താ പറയുക, ഇനി അങ്ങോട്ടേക്ക് വരുന്ന പ്ലെയേഴ്സ് ലൈക്ക് വി നീഡ് ടു ഹാവ് ലൈക്ക് പ്രോപ്പർ പ്ലെയേഴ്സ് അല്ലേ. ഇപ്പം കസമീറോ ഡെഫിനറ്റ്ലി ഹി വാണ്ട്സ് ടു ഗോ ഔട്ട് ഓൺ എ ഹൈ. കസമീറോ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോകുന്നു, അതിന് മുമ്പ് വരെ അത് പോകുന്നത് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എല്ലാം കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുത്തിട്ടേ പോകൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അത് ഡെഫിനറ്റ്ലി ഫീൽഡിൽ കാണിക്കുകയും ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഗോളുകൾ സ്കോർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എന്താ പറയുക, കസമീറോ അത് പ്രകടിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു
we will definitely miss his goal contributions, his leadership on and off the pitch. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സോ വാട്ട് ഡു യു തിങ്ക്? ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണോ വേണ്ടയോ, അതോ ഒരു പ്രോപ്പർ രണ്ട് മിഡ്ഫീൽഡേഴ്സ് വിത്ത് ഫ്രഷ് ലെഗ്സ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു യങ് മിഡ്ഫീൽഡേഴ്സ് രണ്ടുപേര് വന്നിട്ട് ആ ഒരു പൊസിഷൻ വിത്ത് കോബി ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സോ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ വെദർ വി ക്യാൻ ഗിവ് കശ്മീറോ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു 1 year പ്രോജക്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ കശ്മീറോ വേണ്ട, കശ്മീറോ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ബന്ധം ഒരു പ്രോപ്പർ രീതിയിൽ നല്ലൊരു ഹൈയിൽ തന്നെ നമുക്കത് അവസാനിപ്പിക്കാം എന്ന ഒരു ഓപ്ഷനും രണ്ടാമതുണ്ട്. സോ വാട്ട് ഓപ്ഷൻ ഡു യു ചൂസ്? ഓക്കെ, സോ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.